അറ ശ്രീനിവാസൻ നന്നായിട്ടുണ്ട്. നല്ല ഡിസൈൻ, നല്ല പണി. അവർ രാവിലെ വന്നാൽ മുള്ള പോലും പോകാതെ ഒരേ പണിയാണ്. അത് പാടില്ല. അവനോട് മുള്ളാൻ പറയണം. മൂത്രം ഒഴിക്കേണ്ട സമയത്ത് മൂത്രം ഒഴിച്ചില്ലെങ്കിൽ ബ്ലാഡറിൽ മൂത്രം ഒന്ന് നിറയും. അങ്ങനെയാണ് കിഡ്നി ട്രബിളും സ്റ്റോണും ഒക്കെ ഉണ്ടാകുന്നത്. പണ്ടാറം എന്നാലും നല്ല പയ്യൻ. അവനെ വിളിക്കൂ, അതിന്റെ കോംപ്ലിമെന്റ്സ് കൊടുക്കട്ടെ. എന്താണ്? ഈ ഉണ്ണി കൊള്ളാമെങ്കിൽ എപ്പോഴും ലീവ് എടുക്കണ പണ്ടാറുണ്ടല്ലോ സുബ്രഹ്മണ്യം, അവനെ തട്ടിക്കളയാം. ശരി ശരി. കാണിച്ചു കൊടുക്കൂ. ഇത് മതി, നോക്കി നോക്കി ഇഷ്ടമായോ? നന്നായിട്ടുണ്ട്. നല്ല ഫാഷൻ, നല്ല പൊളിമ. നിനക്ക് പണിയിലല്ലാതെ വേറെ ഒന്നിനും ശ്രദ്ധയില്ലെന്ന് ശ്രീനിവാസൻ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതെങ്ങനെയുണ്ട് പിന്നെ ഉണ്ണി, നീ മുള്ളാതിരുന്ന് പണിയരുത്. കിഡ്നി പോകും, കിഡ്നി പോകും. അറേ നിർമ്മൽ, നീ ഇതുവരെ എവിടെ ആയിരുന്നു? ഇവിടെ കടയിൽ വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പഠിക്കണ്ടേ? എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നീയല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. ഉണ്ണി ഇവന്റെ മകനാണ്, മൈ സൺ നിർമ്മൽ കുമാർ. അരേ നിർമ്മൽ, ഇത് ഉണ്ണി, നമ്മളുടെ കടയിലെ പുതിയ പണിക്കാരനാണ്. ഉണ്ണി പോരുന്ന് പണിത്തോളൂ. അരേ നിർമ്മൽ ഇറക്കൂ. നീ എങ്ങോട്ട് പോകുന്നു? റോക്കറ്റ് വിടുമ്പോൾ ഇങ്ങോട്ട് വരും, സ്പുട്നിക്ക് വിടുമ്പോൾ അങ്ങോട്ട് പോകും. എന്താണ് ഇത്? ഞാൻ സത്തു പോയാൽ ഈ കട നടത്തേണ്ടത് നീയാ. ഇപ്പോഴൊന്നും ചാവില്ല. നീ ആറാ ബ്രഹ്മാവോ പണ്ടാരം? ഇപ്പോൾ നമ്മൾക്ക് ഷുഗർ. ഡോക്ടർ പറയും പ്രഷർ ഉണ്ട്, BP ഉണ്ട് എന്നൊക്കെ. എപ്പോഴാണ് ഇടിപെട്ട പോലെ ചാകുന്നെന്ന് അറിയില്ല. നീ പോയി ശ്രീനിവാസനോട് ചോദിച്ച് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കൂ കണ്ണ. എനിക്ക് ഒന്ന് ലൈബ്രറി വരെ പോകണം. നല്ലത്. പഠിച്ച് നല്ല വിവരം വെക്കണം. പക്ഷെ നീ ഇതുവരെ ഒന്നും പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. പപ്പ വീഡിയോ ലൈബ്രറി പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വീഡിയോ തീർന്നത് ദേവാ, ഇതാണ് നീ ഒന്നും പഠിക്കാത്തത്. ഞാൻ ഇന്ന് തന്നെ വീഡിയോ അവിടെ നിർത്തും മാറ്റും. അറിയക്കണ്ണ, നീ കരയണ്ട. ഞാൻ ഇതൊക്കെ എവിടെ കൊണ്ടുപോകാം? എല്ലാം നിനക്ക് തന്നെ. നീ നല്ല നല്ല വീഡിയോ പുരാണ പടങ്ങൾ കാണൂ. നീക്കു നീക്കൂ, നിനക്ക് രൂപ വല്ലതും വേണോ? കാസറ്റ് എടുത്ത് വരുന്ന ബക്ക് ഉടുപ്പി ബ്രാഹ്മിൻസ് ഹോട്ടലിൽ കയറി ഒരു മസാല ദോശയും 2 ലഡുവും തിന്നോ. ചെല്ലു ചെല്ലു. ഐ സൺ, അവന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഹലോ, വെങ്കടേശ്വര പൈ. ദമയന്തിയാണോ? ഡയബറ്റീസിന്റെ മരുന്ന് കഴിച്ചോ കണ്ണാ? പക്കപ്പടയും 6 റൂട്ട് ബിസ്ക്കറ്റും കഴിച്ചാ മതി. അതുകൊണ്ടാണ് ഞാനിപ്പോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്നെ എന്തിനാണ് മുതലാളി വിളിപ്പിച്ചത്? പണി കണ്ടിട്ടെന്ന് പറയാനാ. ഇവിടെ ഞങ്ങൾക്കൊക്കെ 8 മണിക്കൂറാ പണി, താൻ 12 മണിക്കൂറാ പണിയുന്നത്. മുതലാളിയെ സന്തോഷിപ്പിക്കാനായിരിക്കും. മുതലാളിയെ മണിയടിച്ച് ഞങ്ങൾക്കിട്ട് വേല വെച്ചോണ്ടല്ലോ. ഇതാ യൂണിയൻ മെമ്പർഷിപ്പാ. വരിസംഖ്യ പശുനെ ചേർത്തെ. എനിക്ക് വേണ്ട. യൂണിയൻ ചേരണ്ടെന്ന് മുതലാളി പറഞ്ഞിട്ടുണ്ടല്ലേ? യൂണിയനിൽ ചേരാതെ ഇവിടെ നിന്ന് പണിയെടുക്കാനൊക്കത്തില്ല, പറഞ്ഞേക്കാം. നീ പഠിക്കുന്നില്ലേ? വീഡിയോ കണ്ടു കണ്ടു ഇരിക്കുന്നു. എന്തു സിനിമ അത്? ശ്രീരാമ പട്ടാഭിഷേകം. അതും നല്ലതാണ്. പക്ഷെ ഇവിടെ സംസാരം കേട്ടത് ഫോറിനേഴ്സിന്റെതാണല്ലോ. അത് പപ്പ സായിപ്പ് മദാമയും ശ്രീരാമൻ സീതയായിട്ട് അഭിനയിച്ച. അതും നല്ലതാണ്. ഇട്ടേട്ടെ ഗാലി ഗാലി പാൻപിട്ട ശ്രീരാമനെയും ഫ്രോക്കിട്ട സീതയും നമ്മളും ഒന്ന് കാണട്ടെ. നീ എന്താണ് ഓൺ ചെയ്യാത്തത്? എന്താണ് നീ ഓൺ ചെയ്യാത്തത്? ആ ക്നാപ്പിങ് തറൂ, അതിങ് തറൂ. ഇല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ ഓൺ ചെയ്യാം. കുറെ നാളായി ഞാൻ ഭക്തിപ്പടങ്ങൾ കണ്ടിട്ട്. ടിവിയിൽ രാമായണം മറന്നു, ബിസിനസ്സുകാരനെ കാണാൻ കഴിഞ്ഞില്ല. ശ്രീരാമൻ കിടക്കണു, കിടക്കട്ടെ. ഇതാരാണ്? ലക്ഷ്മണനോ? ലക്ഷ്മണൻ എന്തിനു കൂടെ കിടക്കണം? നിർമ്മൽ ദേവാ, അടേ നിർമ്മൽ, ഇതാണോടാ ശ്രീരാമ പട്ടാഭിഷേകം?
ദമയന്തി, അറേ ദമയന്തി, നിന്റെ മകൻ താളയിരുന്ന് എന്ത് കഥ കാണുന്നെന്ന് അറിയാമോ? ബാക്കണ്ണ ഞാൻ എത്ര നേരമായി കാത്തിരിക്കുന്നത്, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. എന്റെ തിരുമൽ ദേവാ, താളയും സെക്സ്, മേളലും സെക്സ്. താളയും സെക്സോ? ആ, നിന്റെ പുന്നാറ മകനുണ്ടല്ലോ നിർമ്മൽ, അവൻ താള ഇരുന്ന് സായിപ്പിന്റെയും മദാമ്മയുടെയും വീഡിയോ കിസ് കാണുന്നു. അത്രയോ ഉള്ളോ കണ്ണ? സിന്ന കുട്ടിയല്ലേ, അവൻ കാണട്ടെ. കണ്ണനില്ലാത്ത ജ്ഞാനം അവനെങ്കിലും ഉണ്ടാകട്ടെ. ദമയന്തി, നീയാണ് അവനെ സീത്തയാക്കുന്നത്. വാ കണ്ണ. 10 മണിക്ക് ഉറങ്ങണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഉറങ്ങാൻ പോണു. അത് സാരമില്ല കണ്ണ, ഹാഫ് അവർ കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാൾക്കും ചേർന്നിറങ്ങാം. ആഹാ, നീയല്ലേ പറയാറുള്ളത് ലഡ്ഡു കളിക്കരുത്, ജിലേബി കളിക്കരുത്, ശരീരം നന്നായിട്ട് നോക്കണമെന്ന്. ഇത് മാത്രം വിലക്കൊന്നുമില്ലേ? വിലക്കൊന്നുമില്ലേ? ഇതും ഡയബറ്റീസിന് മോശം തന്നെ. ഞാൻ സൂക്ഷിച്ചില്ലെങ്കിൽ എറിയും പോക്ക. കണ്ണ. ഓ തിരുമൽ ദേവാ, ഫോൺ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഹലോ, ഇനി വാദനോ? പോയി തന്നോ 5 പൺ മാല കാണുന്ന തിരുമൽ ദേവാ ഭണ്ഡാർ. ഉണ്ണിയോ? ഉണ്ണി തന്നെയാണ് മാല എടുത്ത് ഉറപ്പാണോ? അന്ന് കളപ്പനക്ക് അവൻ സംശയം തോന്നി. ശ്രീനിവാസൻ അവനോട് ചോദിച്ചില്ല? ആ, അവൻ എവിടെ ഉണ്ടെങ്കിലും തപ്പിയെടുത്ത് പോലീസിൽ കൊടുക്കൂ. സത്യം വേണം. സത്യം വേണം. തല്ലണം, ഇതരണം. ഇവൻ കള്ളനാണ്, കള്ളൻ. ഇവൻ തന്നെയാണ് മാല എടുത്തിട്ടുള്ളത്. നീ അമ്മാവന്റെ വീട്ടിലെ താമസിക്കുന്നത് പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് കിടക്കുന്നത്, അത് തന്നെ കള്ളമല്ലേ? അയ്യോ, അതെനിക്ക് താമസിക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞ ജോലി തരില്ലെങ്കിലും ഒന്ന് കരുതിയ. എന്താ ഇവനെ തെറ്റില്ലെന്നാ പറഞ്ഞത്? എടാ, നീ ഉള്ള സത്യം തുറന്നു പറഞ്ഞേര്. എവിടെയാ മാല വെച്ചിരിക്കുന്നേ? അതിങ്ങ് എടുത്ത് തീർത്തി പോയിക്കോ. ഈശ്വരനാണ് ഞാൻ എടുത്തിട്ടില്ല സാറേ. തിരുമൽ ദേവാ സാർ, ഒരു അബദ്ധം പറ്റിയതാണ്. മാല കിട്ടി, മാല കിട്ടി. നല്ല പയ്യൻ, കണ്ടപ്പോഴേ തോന്നിയിട്ടുണ്ട്. മിസ്റ്റർ പൈ, എന്തെങ്കിലും കാണാതായാൽ എല്ലായിടത്തും ശരിക്ക് അന്വേഷിച്ചതിന് ശേഷമേ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പാടുള്ളൂ. മനസ്സിലായോ? മനസ്സിലായി. ഉണ്ണി, ഇവർ നിന്നെ ഒരുപാട് തല്ലി. നമ്മൾ വളരെയേറെ ദുഃഖിക്കുന്നു. നിന്റെ വർഗം തന്നെയാണ് ഇതിന് കാരണം. നീ ബാ, നമുക്ക് കടയിലേക്ക് പോകാം. നിനക്ക് നമ്മൾ ശമ്പളം കൂട്ടിത്തരുന്നുണ്ട്. എനിക്ക് ജോലി വേണ്ട സാർ. ഇനി എനിക്ക് തല്ലുകൊള്ളാൻ വയ്യ. അച്ഛന്റെ തല്ല് സഹിക്കയ്യാതെ ഞാൻ വീട് ഇറങ്ങിയത്. സാരമില്ലൂ, ഒരു അബദ്ധം പറ്റിയതല്ലേ.